ഐഡിയസ് ഞാൻ നൗഷാദ് അപ്പട്ടക്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മെസ്സേജ് പാസ് ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കേരളത്തിലാകെ മഞ്ഞപ്പിത്തം പടരുന്നു എന്നുള്ള വാർത്തകൾ നിങ്ങൾ പല കോണുകളിൽ നിന്ന് കേൾക്കുന്നുണ്ടാവും. നമ്മുടെ കുടുംബത്തിലേക്ക് ഇത് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, തിളപ്പിച്ചാറിയ വെള്ളം, തിളച്ച വെള്ളം ഒരു 1-2 മിനിറ്റ് അത് കൂടുതൽ തിളച്ചുകൊണ്ടേയിരിക്കുക. എന്നിട്ട് അത് തണുത്തിട്ട് നമ്മൾ ആ വെള്ളം കുടിക്കുക. നമ്മൾ പുറത്തേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ടൂർ പോകുന്നുണ്ടെങ്കിൽ ഒക്കെ നമ്മൾ പരമാവധി തിളപ്പിച്ചാറിയ വെള്ളം കൂടെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. പുറത്തുനിന്നുള്ള വെള്ളം കുടിക്കരുത്. ഇൻ കേസ് നിങ്ങൾ വല്ല ഹോട്ടലിലൊക്കെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ മേക്ക് ഷുവർ നിങ്ങൾക്ക് നന്നായിട്ട് തിളച്ച വെള്ളം അവർ ഒന്ന് സെർവ് ചെയ്യുക. എന്നിട്ട് അത് കുറച്ച് തണുത്തതിന് ശേഷം നമ്മളത് ഉപയോഗിക്കുക. പിന്നെ അവർ തരുന്ന പാത്രങ്ങളൊക്കെ ആ തിളച്ച വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ അതിൽ ഭക്ഷണം കഴിക്കുക. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വെൽ കുക്ക് ചെയ്ത് നന്നായിട്ട് വെന്ത ഭക്ഷണങ്ങൾ കഴിക്കുക. പിന്നെ നമ്മൾ വിചാരിക്കും ഈ ഐസ് അല്ലെങ്കിൽ ഫ്രീസിങ് ടെമ്പറേച്ചറിൽ ഈ വൈറസ്, ഇതൊരു വൈറസ് ബാധയാണല്ലോ, ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന വൈറസ്. അത് ഫ്രീസിങ് ടെമ്പറേച്ചറിൽ ഒരു പക്ഷേ അത് നശിച്ചു പോകുമെന്ന് വിചാരിച്ച് നമ്മൾ ഐസൊക്കെ ഇട്ട് ജ്യൂസ് അല്ലെങ്കിൽ ഐസ്ക്രീമൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കുക, ഇത് പ്രോപ്പറായിട്ട് ഹൈജീനുള്ള ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പക്ഷേ അതിൽ നിന്നൊക്കെ ഈ ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ ജോണ്ടിസ്, മഞ്ഞപ്പിത്തം പോലെ വൈറസ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ പല പാർട്ടികൾക്കോ അല്ലെങ്കിൽ ഫംഗ്ഷൻസ്, മാരേജ് ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് തരാറുണ്ട്. പൊതുവെ ജ്യൂസ് ടൈപ്പ് ഒക്കെ ആയിരിക്കും. അതൊക്കെ മേക്ക് ഷുവർ ചെയ്യുക, അതൊക്കെ നല്ല വെള്ളം കൊണ്ട് പ്രിപ്പയർ ചെയ്താണ്. ചിലപ്പോൾ അതിലിടുന്ന ഐസിൽ വരെ ഈ ഹെപ്പറ്റൈറ്റിസ് എ, ഈ മഞ്ഞപ്പിത്തത്തിന്റെ അണു ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പരമാവധി നമ്മൾ പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ചൂടോടുകൂടിയുള്ള തിളപ്പിച്ചതോ വെള്ളമാണെങ്കിൽ തിളപ്പിച്ച വെള്ളം ഭക്ഷണം നന്നായിട്ട് വെന്തതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് തന്നെ കഴിക്കാം. കാരണം നമ്മളെ ലിവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഓർഗനാണ് നമ്മുടെ ശരീരത്തിൽ. അതിനെ പ്രൊട്ടക്ട് ചെയ്യുക. ഒരു പക്ഷേ നമ്മൾക്ക് മഞ്ഞപ്പിത്തം വന്ന് പോകും, പക്ഷെ നമ്മളെ വീട്ടിലുള്ള പ്രായമുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ആൾറെഡി ലിവർ ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളുകളെ നമ്മൾ കാരണം അത് ഇൻഫെക്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മളെ കൈ എപ്പോഴും സോപ്പിട്ട് കഴുകിയതിന് ശേഷം ഈവൻ ഒരു ചോക്ലേറ്റ് പോലും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ നമ്മളെ കൈ പ്രോപ്പർലി വൃത്തിയുള്ളതാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം കഴിക്കുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മഞ്ഞപ്പിത്തത്തിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ മഞ്ഞപ്പിത്തത്തിന്റെ വാക്സിൻ അവൈലബിൾ ആണ്. ഒരു പ്രതിരോധം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളായ നമ്മുടെ ശരീരം ഒരു മഞ്ഞ കളർ വരിക, അത് കണ്ണിന്റെ വൈറ്റ് പാർട്ടിന് മഞ്ഞ കളർ വരിക, പിന്നെ ഭയങ്കര ക്ഷീണം, നിർജ്ജലീകരണം, വൊമിറ്റിംഗ്, അതുപോലെ ഡയറിയ പോലെ ഇഷ്യൂസ് വരിക, ഇങ്ങനെയൊക്കെ വരും. നല്ല പനി, ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾ ഒരു പാരസെറ്റാമോൾ കഴിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്യാതെ നമ്മൾ ഇങ്ങനെ ഉള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് അതുപോലെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഇത് മഞ്ഞപ്പിത്താണോ ഇല്ല എന്ന് ഉറപ്പുവരുത്തി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ 100% ഫുള്ളി റിവേഴ്സിബിൾ ആണ് ഈ അസുഖം. അതല്ലെങ്കിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ ഏർലി ഡിറ്റക്ട് ചെയ്തിട്ട് അതിനുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക. എന്നിട്ട് ആദ്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങളിത് വരാതെ സൂക്ഷിക്കാനുള്ള കാരണം ഞാൻ ആദ്യം പറഞ്ഞു, വരാതെ പരമാവധി സൂക്ഷിക്കുക. ഓക്കെ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ.